കണ്ട ഞാൻ മുഖത്തൊന്നും തന്നെ ഇട്ടിട്ടില്ല. അന്നേരം ഞെട്ടിപ്പോയി. കാരണം അവൾ യൂസ് ചെയ്ത് ഞാൻ വരാൻ വേണ്ടി വീട്ടിലേക്ക് വരാൻ 2-3 ദിവസം എടുത്തു. അവൾ നേരത്തെ എത്തി. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പം എൻ്റെ ഫേസ് കുറച്ച് പഫി ആയിട്ടിരിപ്പുണ്ട്. എന്താ സംഭവം എനിക്ക് അറിയാൻ പാടില്ല. 2 ദിവസമായിട്ട് എനിക്ക് ചെറിയൊരു കിരിയിപ്പും ജലദോഷമൊക്കെ വരുന്നുണ്ട്. ഇനി പനീൻ്റെ ലക്ഷണങ്ങളാണോ എന്നറിയാൻ പാടില്ല. എന്തായാലും അതുകൊണ്ടാണ്. സോ ഡോണ്ട് മൈൻഡ് മൈ ഫേസ്. പിന്നെ കുറച്ച് നാളായിട്ട് എനിക്ക് ഇടയ്ക്ക് വരാറുള്ളൊരു കമൻറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഏതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എനിക്ക് അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഫേസ് വാഷ് ഇല്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഒരു പുതിയൊരു ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാമെന്ന് ഞാൻ ഓർത്തത്. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. ഈ നമ്മുടെ സ്കിന്ന് വൈറ്റനിങ് ചെയ്യാനായിട്ടാണെങ്കിലും മാർക്കുകൾ മാറ്റാനായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഫേസ് വാഷുകളുണ്ട്. നമ്മുടെ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്കിൻ കെയറിൽ ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഫേസ് വാഷ്, അല്ലെങ്കിൽ ഒരു ക്ലെൻസർ നല്ലൊരെണ്ണം വേണമെന്നുള്ളത്. അപ്പം ഇപ്പം മാർക്കറ്റിൽ ഒരുപാടുള്ളത് കാരണം ഞാൻ തന്നെ എനിക്ക് യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2-3 വീക്സ് ആയിട്ടുണ്ട് ഞാനത് യൂസ് ചെയ്യുന്നു. സോ നിയർലി 1 മന്തായിട്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഡെഫിനറ്റ്ലി ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീക്ക് തന്നെ. സോ ഇനി ഒരുപാട് പറയാനില്ല, പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ആ പ്രൊഡക്റ്റ്. ക്രിസ്റ്റൽ ഗ്ലോ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു ബോക്സിലാണ് ഇത് വരുന്നത്. ഇവർക്ക് ക്രീമുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് ഇവരുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്യാനായിട്ട് ഇതായത്. അപ്പം ഞാൻ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഹാഫ് കുപ്പി തീർന്നു. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ബോക്സിനകത്ത് ആക്കി വെച്ചതേ ഉള്ളൂ. ഇതിനകത്ത് വിറ്റാമിൻ സി ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തിയോൺ ഉണ്ട്. നമ്മളിപ്പം ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്നൊരു പേരാണ്. എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. സോ ഞാനായിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് ഡീപ്പായിട്ട് പറഞ്ഞു തരുന്നില്ല. ഇത് യൂസ് ചെയ്യുമ്പോൾ അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫേസിലൊരു ഗ്ലോ, ഈ വെളുത്തിട്ട് പാറുക എന്നല്ല ഗൈസ്, വെളുത്തിട്ട് പാറുക എന്നല്ല ഇതിൻ്റെ അർത്ഥം. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഒരു ഗ്ലോ തരിക. അതാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി ഒരുപാട് ടാൻ ആവുക, പിന്നെ ടാനൊക്കെ ആയതിനു ശേഷമാണെങ്കിൽ പോലും നമ്മുടെ സ്കിന്നിൽ നിന്നൊരു എന്താ പറയുക, വെയിലൊക്കെ അടിച്ചിട്ടൊരു ഒരു ഷാഡോ പോലെ വരും നമുക്ക്. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ്. ഇതിൻ്റെ യൂസേജ് വരുന്നതെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഉറങ്ങി എണ്ണീച്ചതിന് ശേഷവും ഉറങ്ങുന്നതിന് മുന്നേയും ഇത് വിട്ട് കഴുകുക. പിന്നെ നമ്മൾ നോർമലി എങ്ങനെയാണ് യൂസ് ചെയ്യാറ്, അതെ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇങ്ങനെയാണ് സാധനം കാണാൻ വേണ്ടിയിട്ട്. ഇത് എടുത്തതിന് ശേഷം ഇങ്ങനെ വെള്ളമായിട്ട് ഇതാക്കി നമ്മൾ മുഖത്തോട്ടേക്ക് തേക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ നമ്മൾ തേച്ച് അറ്റ്ലീസ്റ്റ് ഒരു 1.5 സെക്കൻഡ്, ഒരു 2-3 സെക്കൻഡെങ്കിലും നമ്മുടെ ഫേസിൽ ഇതൊന്ന് വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കഴുകി കളയേണ്ടത്. കാരണം അതിന് ഫേസിലൊന്ന് ഇരുന്ന് എഫക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. സോ ആ ഒരു കുറച്ച് സമയം അതിന് കൊടുക്കണം. എന്നാൽ മാത്രമാണ് അതിന് ഇതാക്കാൻ പറ്റുള്ളൂ. ഇട്ട് കഴിഞ്ഞ് അപ്പം തന്നെ കഴുകിക്കളയരുത്. ഒരു 1.5 സെക്കൻഡ് നമ്മൾ മുഖത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കുറേ ഫേസ് മസാജുകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് ജസ്റ്റ് അതൊന്നും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റും. 1.5 സെക്കൻഡ് 2-3 സെക്കൻഡൊക്കെ ഫേസിലൊന്ന് വെച്ചാൽ മതി. അപ്പം അതിന് ഒന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സംഭവം കിട്ടും. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. അപ്പം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാനൊരു സ്കിൻ കെയറിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്, ഓയിലി സ്കിന്നിന് പറ്റുമോ, സെൻസിറ്റീവ് സ്കിന്നിന് പറ്റുമോ എന്ന്. എൻ്റെ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്നാണ്. സോ ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കുഴപ്പമൊന്നും വന്നില്ല. ഐഷൻ്റെ അനിയത്തി, അവളുടെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കുറച്ച് ആക്നി പ്രോൺ മാത്രമല്ല സെൻസിറ്റീവ് സ്കിന്നാണ്. പുള്ളിക്കാരത്തെയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തത്. ബിക്കോസ് ഇത് വീട്ടിൽ വന്ന സമയത്ത് അവളെ കയ്യിലാണ് ആദ്യം കിട്ടുന്നത്, എൻ്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ അവളൊരു 1 വീക്ക് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം അവൾ യൂസ് ചെയ്ത് ഞാൻ വരാൻ വേണ്ടി വീട്ടിലേക്ക് വരാൻ 2-3 ദിവസം എടുത്തു. അവൾ നേരത്തെ എത്തി. അവൾ എത്തിയ പാട് അവൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഞാനും വന്നപ്പോ ഇച്ചിരി എന്തോ ഒരു വെളുത്തിട്ട് മാറിയല്ലോ എന്നല്ല, പക്ഷെ എന്തോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. മുഖത്തൊരു ചെറിയൊരു ഗ്ലോ ഒക്കെ വന്ന പോലെ തോന്നിയായിരുന്നു. കാരണം അവളിങ്ങനെ സ്കൂട്ടറൊക്കെ ഓടിച്ച് വരുന്നത് കാരണം മിക്കവാറും നല്ല ടാൻ അടിക്കാറുണ്ട്. ഇതാണ് പ്രൊഡക്റ്റിൻ്റെ ക്ലോസപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗ്ലൂട്ടാത്തിയോൺ ഉണ്ട് കേട്ടോ. ഇതാണ് സംഭവം ഗൈസ്. പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഞാൻ പോയി മുഖം വെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് കുറച്ച് കയ്യിലെടുത്ത് വെള്ളമായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തതിന് ശേഷം
ഇതുപോലെ ഇങ്ങനെ പതപ്പിക്കുക. നമ്മൾ നോർമലി നമ്മുടെ ഫേസ് വാഷുകൾ യൂസ് ചെയ്യുന്ന പോലെ. ഇതിന് നല്ല സ്മെല്ലാണ് ഗൈസ്. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡിലോട്ടേക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു 1.5-2 സെക്കൻഡ് ഫേസിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു 1-2 സെക്കൻഡ് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മസാജിങ് ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഞാൻ മോസ്റ്റ്ലി ചെയ്യാറത് ഇതുപോലെ ഇങ്ങനെ 3 വട്ടം ചെയ്യും. പിന്നെ ചിന്നി ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെയിറ്റ് പുഷ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ. അതുപോലെ തന്നെ ഇങ്ങനെയും 2 സൈഡിലാക്കും. അപ്പോഴത്തേക്ക് ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ട് പോയി വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം ഗൈസ്. ഞാൻ പോയി മുഖം കഴുകിയിട്ട് വന്നു. അപ്പോൾ കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഫസ്റ്റ് വാഷിൽ തന്നെ നിങ്ങൾക്ക് ഒരു വ്യത്യാസം നല്ലപോലെ തോന്നും. കാരണം എന്താണ്, ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, ഒരു ഫേസ് ഭയങ്കര റിഫ്രഷ്ഡ് ആയ പോലെ ഇല്ല അത് കഴുകുന്ന സമയത്ത്. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകുമ്പോഴത്തേക്കും ഭയങ്കര റിഫ്രഷ്ഡ് ആയ പോലെ നിങ്ങൾക്ക് തോന്നും. കണ്ട, ഞാൻ മുഖത്ത് ഒന്നും തന്നെ ഇട്ടിട്ടില്ല. അപ്പം അതാണ് അത് ഗൈസ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു ടാൻ ഇനിയും ബാലൻസ് ബാക്കിയുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ നല്ലപോലെ ബ്രൈറ്റൻഡ് ആയിട്ടുണ്ട്. ഞാനിപ്പം കോളേജിൽ നിന്ന് വന്നതിന് ശേഷം ഒരു 3-4 ദിവസമായിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. രാവിലെയും രാത്രിയും മുടങ്ങാതെ യൂസ് ചെയ്യും. അവിടെയാണെങ്കിൽ ഞാൻ മനസ്സിലായി, രാത്രിയൊക്കെ എനിക്ക് മടിയാവും, ഞാൻ ഇങ്ങനെ തുറങ്ങും. പക്ഷെ രാവിലെ രാത്രിയൊക്കെ 1 സെക്കൻഡും 2 സെക്കൻഡൊക്കെ മുഖത്ത് വെച്ച് കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.